ഈ വീഡിയോയിൽ ഞാൻ എടുക്കുന്ന ടോപ്പിക്ക് വീണ ജോർജ്, കേരളത്തിലെ ആരോഗ്യമന്ത്രിയെ പറ്റിയാണ്. ഞാൻ മലയാള വാർത്താ ചാനലിന് വീഡിയോ കണ്ടു. അവർ പോകുന്നിടത്ത് പ്രതിഷേധമുണ്ട്. നോർമലാണ്. കാരണം ഇതേപോലെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഈ അഹങ്കാരിയായ ഒരു മന്ത്രി ഉണ്ടായിട്ടില്ല. ഞാൻ മാത്രം പറയുന്നതല്ല, ഞാനിത് അനലൈസ് ചെയ്ത് തന്നെയാണ് പറയുന്നത്. പത്തനംതിട്ടയുള്ള CPM, അതായത് ഇവരുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിലുള്ള CPM അനുഭാവികൾ, പാർട്ടി പ്രവർത്തകർ, പാർട്ടിയുടെ ലോക്കൽ നേതാക്കൾ, അതേപോലെ തന്നെ CPI-കാരനായ അടൂരുള്ള ഡെപ്യൂട്ടി സ്പീക്കർ, ഇവരെല്ലാം പറയുന്നത് എന്ത്? കാരണം ഫോൺ ചെയ്താൽ എടുക്കത്തില്ല, ഒരു കാര്യം പറഞ്ഞാൽ ഉത്തരവാദിത്വമില്ല, അവർക്ക് അവരുടെ രീതിയിൽ ചെയ്യും. അപ്പം രാവിലത്തെ വാർത്തയെന്ന് പറയുന്നത് ഇവർക്കെതിരെ പ്രതിഷേധമുണ്ടായി. നിങ്ങൾ മനസ്സിലാക്കുക, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ മരുന്നില്ല, അതില്ല, ഇതില്ല. ഹോസ്പിറ്റലിൻ്റെ എല്ലാ കാര്യങ്ങളും ഇവരുടെ ഭരണകാലത്ത് നശിപ്പിച്ചു. ആ വാക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതിനുശേഷം നിങ്ങൾ കണ്ടോ, ഒരു നിരുത്തരവാദപരമായിട്ട് ആശുപത്രിയിൽ സർജറി ചെയ്യുന്ന ഡോക്ടർ കത്രിക അതിനകത്താക്കുന്നു, അതേപോലെയുള്ള ഇഞ്ചുറി ഉണ്ടാകുന്നു. ആരാണിതിന് ഉത്തരവാദി? അതിന് ഉത്തരം കൊടുക്കുന്നില്ല. മുഴുവനും കള്ളത്തരവും കപടതയും പറയുന്നൊരു സ്ത്രീ, അതിനെ ഈ പറയുന്ന പാർട്ടിയുടെ സഖാക്കൾ അതുമായി ബന്ധപ്പെട്ട് ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു. കഴിവില്ലാത്ത ഒരു മന്ത്രിയാണ് വീണ ജോർജ്. ഇവർക്ക് മനസ്സിലാക്കണം, നേരത്തെ കേരള യൂത്ത് ഫെസ്റ്റിവലിൽ ഇവർക്ക് മോണോ ആക്ടിന് 1ാം സമ്മാനം കിട്ടിയിട്ടുണ്ട്. മോണോ ആക്ട്, ആ വാക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇന്ന് രാവിലെ അവർ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ, മനസ്സിലാക്കുക, അവരും ജേർണലിസ്റ്റാണ്, ഞാനും ജേർണലിസ്റ്റാണ്, അവരെക്കാൾ സീനിയറാണ്, അവരെക്കാളും നാഷണലി വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അത് തന്നെ വെച്ച് തന്നെ പറയാണ്, മോണോ ആക്ടിന് 1ാം സമ്മാനം കിട്ടിയ ഈ വീണ ജോർജ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ മോണോ ആക്ട് കാണിച്ചു. പ്രതിഷേധം ഉണ്ടാകും, നോർമലായത്. ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം ജനാധിപത്യ രാജ്യമാണ്. അതിനകത്ത് ഇവർ കാണിക്കുന്ന അവിടത്തെ കഴുത്തേൽ പറ്റി, ഇവിടെ കയ്യേൽ പറ്റി, ഇതൊക്കെ മുഴുവനും ഡ്രാമയാണ്. പെട്ടെന്ന് തിരുവനന്തപുരത്തുള്ള വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ പോക്ക് നിർത്തുന്നു, ആശുപത്രിയിൽ പോകുന്നു. എന്തെങ്കിലും ഈ ഭരിക്കുന്ന ഗവൺമെന്റ് ഒരു ഇഷ്യൂന് ഇങ്ങനെ നോക്കി നടക്കുകയാണ്. മുഖ്യമന്ത്രി പെട്ടെന്ന് അപലപിക്കുന്നു. നോൺസെൻസ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്നു ഉമ്മൻചാണ്ടി. ഉമ്മൻചാണ്ടിക്കെതിരെ പ്രതിഷേധം നടന്നു. അദ്ദേഹം ഈ പറയുന്ന കറുത്ത കുടി കണ്ടാലോ കറുത്ത ഷർട്ട് കണ്ടാലും ഒരു പ്രശ്നം ഉണ്ടാക്കാത്തൊരു മനുഷ്യനായിരുന്നു. നിങ്ങൾ കണ്ടു കാണും, മലബാറിന്റെ വടക്കേ തലശ്ശേരി ഭാഗത്ത് അദ്ദേഹം കാറിൽ പോകുന്ന സമയത്ത് DYFI-കാരൻ, പിന്നീട് അയാൾ പാർട്ടിയൊക്കെ വിട്ട് പിന്നെ കോൺഗ്രസുമായിട്ട് യോജിച്ചു എന്ന് പറയുന്നു. അതിക്രൂരമായിട്ട് കല്ലെടുത്ത് എറിയുന്നു. ആ കല്ലിന്റെ ചില്ല് പൊട്ടി, കാറിന്റെ ചില്ല് പൊട്ടി, അദ്ദേഹത്തിന് ബ്ലീഡിങ് വരുന്നു. അത്ര ക്രൂരം. എന്നിട്ട് പോലും ഉമ്മൻചാണ്ടി അയാൾക്കെതിരെ കേസെടുക്കരുതെന്ന് പറഞ്ഞു. ഇത് നമ്മളിപ്പോൾ ഒരു ബസ്സേ കയറുമ്പോൾ ഒരു തള്ളുണ്ടാകും. അതായത് പോലീസ് അവിടെ നിൽപ്പുണ്ട്, അവരെ പിടിച്ചു മാറ്റി. അതിനകത്ത് കാണിക്കുന്ന ഡ്രാമയാണ് ഈ സ്ത്രീ കാണിക്കുന്നത്, പച്ചക്കള്ളം. അതായത് മോണോ ആക്ട് കാണിക്കുന്നു. കാരണം ഈ ചില വാർത്താ ചാനൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുക, റെയിൽവേ സ്റ്റേഷനിൽ അവിടെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഫോൺ വരുന്നു, അവർ കഴുത്തെ പിടിക്കുന്നു, അവിടെ പിടിക്കുന്നു, ഇവിടെ പിടിക്കുന്നു. എന്തോ പ്രശ്നമാണ്. കാരണം ഒരു ഇഷ്യൂ വേണം, അത് മാത്രമേ ഉള്ളൂ. അത് പുച്ഛത്തോടെ തള്ളിക്കളയണം, ഇവരെ പരിഹസിക്കണം, ഈ ഗവൺമെന്റിനെ പരിഹസിക്കണം. നമ്മൾ എലക്ട് ചെയ്ത് എടുത്ത ഒരു ഗവൺമെന്റാണിത്. ആ ഗവൺമെന്റ് ഇത്ര ഉത്തരവാദിത്വമില്ലാതെ പെരുമാറുന്നു. അതിലൊരു പ്രധാന കീ പോർട്ട്ഫോളിയോ ഇവരാണ്, ഈ പറയുന്ന വീണ ജോർജ് സ്ത്രീയാണ്. അവര് കാണിക്കുന്ന മുഴുവൻ അവർക്കിഷ്ടമുള്ളത് കാണിക്കുന്നു. എന്നിട്ടിടയ്ക്ക് ഓർത്തഡോക്സുകാരുമായിട്ടുള്ള ബന്ധം ഉണ്ടാക്കാൻ വേണ്ടി പരുമലപ്പള്ളിയിൽ പോകുന്നു. ഡ്രാമ, മുഴുവനും ഡ്രാമയാണ്. കാരണം ഇവർക്ക് വ്യക്തമായിട്ടറിയാം, അടുത്ത പ്രാവശ്യം ഇവര് പത്തനംതിട്ടയിൽ ഇലക്ഷൻ, ആറന്മുള അവിടെ കോൺസ്റ്റിറ്റ്യുവൻസിൽ ഇവർ 100% തോറ്റുപോകും. എന്തെങ്കിലും ഡാവും നമ്പർ വിട്ട് സംഭവങ്ങൾ ഉണ്ടാക്കുന്നു. പെട്ടെന്നത് CPM അതിനൊരു ഇഷ്യൂ ആക്കി മാറ്റി. ഇതിനെ നിങ്ങൾ പുച്ഛിച്ചൊക്കെ തള്ളണം, ഇതിനെ പരിഹസിക്കണം. കാരണം ഇന്ത്യയിലെ ജനാധിപത്യത്തിന് നമുക്ക് പ്രതിഷേധം നടത്താനുള്ള എല്ലാ സംഭവങ്ങളുണ്ട്. നെടുമങ്ങാടുണ്ടായി, ഗവൺമെൻറ് ഹോസ്പിറ്റലുണ്ടായി, കോട്ടയത്തുണ്ടായി, അങ്ങനെ നേരത്തെ കോഴിക്കോട്ടുണ്ടായി, പലയിടത്തും ഉണ്ടായി പല ഇഷ്യൂ. ഗവൺമെൻറ്റിൻ്റെ ഹെൽത്ത് സെക്ടർ ഏറ്റവും വഷളാക്കിയ സ്ത്രീയാണ് ഇവർ.
ഏറ്റവും മോശമായ മന്ത്രി. അപ്പം ഈ കാണിക്കുന്ന ഡ്രാമയും അടവും കൊണ്ട് ഇതിനെ പുച്ഛിച്ച് തള്ളുകയാണ് മലയാളികൾ ചെയ്യേണ്ടത്. അതായത് CPM-ന്റെ അടുത്ത ഡ്രാമ. നേരത്തെ മോഹൻലാലിനെ വെച്ച് വേറൊരു ഡ്രാമ ചെയ്തു, ഇത് അടുത്ത ഡ്രാമ. അവർക്ക് കിട്ടിയ ഒരു ചാൻസ് മുതലാക്കുന്നു, പുച്ഛിച്ച് തള്ളുന്നു. ഈ സ്ത്രീ മറ്റൊരു മോണോ ആക്ട് കാണിക്കുന്നു, ഇത് മോണോ ആക്ട് ആയിട്ട് മാത്രം കരുതിയാൽ മതി.